പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. രാജ്യസഭ 2 മണിവരെ നിർത്തിവെച്ചു. പാർലമെന്റ് കവാടത്തിൽ മുഖാമുഖം നിന്ന് ഭരണ പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധം. ചർച്ചകളിൽ നിന്ന് പ്രതിപക്ഷം ഓടി ഒളിക്കുന്നുവെന്ന് ആരോപിച്ചാണ് NDA എംപിമാർ പ്രതിഷേധിച്ചത്. ER രാഗേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഗേഷ്, എന്തായാലും പാർലമെന്റ് തുടങ്ങിയ അന്ന് മുതൽ വലിയ ബഹളമാണ്. അതിൽ യാതൊരു കുറവും ഇന്നേ ദിവസം വരെ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇന്ന് എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? അതേ സ്വാതി, 17-ാം ദിവസവും പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ്. ഇന്നലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പുതിയ നീക്കമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹിയിലെ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള പോലീസ് നടപടിയിൽ ചർച്ചയാകാമെന്ന നിലപാടിലേക്ക് സർക്കാർ എത്തിയിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് സർക്കാർ അത്തരമൊരു നിലപാട് സഭയിൽ അറിയിച്ചത്. കാര്യോപദേശക സമിതിയിലായിരുന്നു അത്തരം നിലപാട് ആദ്യം സർക്കാർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. പക്ഷേ പ്രതിപക്ഷം ഏതായാലും അതിന് വഴങ്ങിയിട്ടില്ല. പ്രതിപക്ഷം മറ്റു ചില വിഷയങ്ങൾ കൂടി ചർച്ച ആവശ്യപ്പെട്ടിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അയോധ്യ വിഷയത്തിൽ സർക്കാർ മറുപടി പറയണം, ചർച്ച വേണമെന്നൊരു ആവശ്യമാണ്. അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. മാത്രവുമല്ല, ഡൽഹിയിലെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാണ് വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർക്കാൻ നിർദ്ദേശം നൽകിയത്, പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ നിർദ്ദേശം നൽകിയത് തുടങ്ങിയ ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അക്കാര്യത്തിലൊക്കെ തന്നെ മറുപടി പറയണം എന്ന നിലപാടാണ് ഏതായാലും പ്രതിപക്ഷത്തിനുള്ളത്. ഇന്നിപ്പോൾ 2 സഭയും 2 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. രാവിലെ സമ്മേളിച്ച ഉടൻ തന്നെ ബഹളത്തെ തുടർന്ന് ലോക്സഭ നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് ലോക്സഭാ സ്പീക്കർ വൈകാരികമായി പ്രതികരിക്കുന്നതും കണ്ടു. അതായത് സർക്കാർ തന്നെ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷം സഹകരിക്കണം, മറ്റു വിഷയങ്ങളൊക്കെ തന്നെ ഇതിനുശേഷം ചർച്ച ചെയ്യാം, ജനങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നടക്കമുള്ള പ്രതികരണങ്ങൾ ലോക്സഭാ സ്പീക്കറുടെ ഭാഗത്തുനിന്നുണ്ടായി. രാജ്യസഭയിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം തുടരുകയാണ് ഉണ്ടായത്. അതേ തുടർന്നാണ് ഇപ്പോൾ 2 സഭകളും 2 മണിവരെ നിർത്തിവെച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് സഭയ്ക്ക് പുറത്തും വലിയ പ്രതിഷേധമുണ്ടായി. അതായത് NDA അംഗങ്ങൾ കൂടി ഇന്നിപ്പോൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. പ്രത്യേകിച്ച് ഇന്നലെ ജാർഖണ്ഡിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയാണ് പ്രധാനമായും ഉന്നയിച്ചത്. അപ്പോൾ പ്രതിപക്ഷം ഓടി ഒളിക്കുന്നു. രാഹുൽ ഗാന്ധി ജാർഖണ്ഡ് വിഷയത്തിൽ പ്രതികരിക്കണം, മറുപടി പറയണം തുടങ്ങിയ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടായിരുന്നു ഏതായാലും NDA അംഗങ്ങളുടെ പ്രതിഷേധം. അങ്ങനെ 2 വിഭാഗങ്ങളും, അതായത് പ്രതിപക്ഷവും ഭരണപക്ഷവും നേർക്ക് നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഇനി സഭാ സമ്മേളനം 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. തീർച്ചയായും ഈ വർഷകാല സമ്മേളനം പൂർണ്ണമായി തന്നെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ മുങ്ങുകയാണ്. സ്വാതി.